എൻ്റെ ലൈഫ് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് ഒരു സന്തോഷമില്ല, എനിക്ക് മാത്രം സന്തോഷമൊന്നും ലൈഫിൽ വലിയ ദൈവമേ, ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ എന്താണ് ഈ സന്തോഷം? ഇപ്പം ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ പറയും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, അവർക്ക് അങ്ങനെ ആയിരുന്നല്ലോ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു എക്സാം നമ്മൾ ഫെയിലായി, അപ്പം എൻ്റെ കൂടെ പഠിച്ചിരുന്നത് ഞാനും അവനും ഒന്നിച്ചല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവനത് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് എന്ത് എഴുതാൻ പറ്റാതെ, ഞാനും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിരുന്നല്ലോ. അതേപോലെ നമ്മുടെ കൂടെ തന്നെ പഠിച്ചൊരാൾക്ക് ജോലി ഇട്ട് ഞാനും അതുപോലെ ജോലി പഠിച്ചിട്ടുണ്ടായിരുന്നു, അവനെക്കാളും എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു, 20% എനിക്ക് അവനെക്കാളും കൂടുതലായിരുന്നു, പക്ഷെ എനിക്ക് മാത്രം എന്താ ജോലി കിട്ടാഞ്ഞ്. ഇങ്ങനെയുള്ള ഒരുപാട് റീസൺസ് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും സങ്കടങ്ങൾ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ലൈഫിലെ സന്തോഷം എന്താണെന്നുള്ളത് ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം എൻ്റെ ഏട്ടൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുണ്ട് ഇവിടെ. അപ്പം പെട്ടി പൊട്ടിക്കാൻ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, സമ്മതിക്കുന്നില്ല ഇപ്പം തന്നെ പൊട്ടിച്ചെന്നുള്ള പറഞ്ഞാൽ അവസാനം ഉച്ചയ്ക്ക് തന്നെ പെട്ടിക്ക് പൊട്ടിച്ചു. അപ്പോൾ അവർക്ക് കൊണ്ടുവന്ന ടോയൊക്കെ അവരെടുത്തു കളിക്കാനൊക്കെ. അപ്പം അന്നത്തെ ദിവസത്തെ ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഹാപ്പിനെസ്സും കണ്ടായിരുന്നല്ലോ. നമുക്ക് എല്ലാവർക്കും അത്രയും മനസ്സിനറിയോടെ ആ സന്തോഷം കാണുന്ന ആ സമയത്ത് കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ആ ടോയ്സ് ഒക്കെ 4 മൂലക്ക് എടുക്കുകയാണ്. ബിക്കോസ് അന്നത്തെ ദിവസം അവർക്ക് അത് കിട്ടിയ ആ ഒരു ഹാപ്പിനെസ് പിന്നെ അതിനെപ്പറ്റി ഓർത്തിട്ട് അവർക്ക് പിന്നെ ഇല്ല. പിന്നെ അതിനെപ്പറ്റി അവർ കഥ പല മൂലയ്ക്കും കിടക്കാണ്. പല കാര്യങ്ങളും പിന്നെ ആവശ്യങ്ങളായി വരാൻ തുടങ്ങി. ഇതിനേക്കാൾ വലിയൊരു തോക്ക് ഉണ്ടായിരുന്നല്ലോ, ആ തോക്ക് ഒന്ന് മേടിച്ചു തരുമോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളായി. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു സംഭവം കിട്ടിക്കഴിഞ്ഞ് നമുക്കത് കിട്ടുന്നവരെ അയ്യോ എനിക്ക് ഇതതില്ലല്ലോ, എനിക്ക് അങ്ങനെയാണല്ലോ, എനിക്ക് ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടാം. അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ സമയത്ത് ആ ഓൺ ദി സ്പോട്ടിൽ ഒന്ന് ഹാപ്പി ആവാം, ഭയങ്കരമായിട്ട് ഹാപ്പി ആവാം 1-2 ദിവസം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങ് പോയി, നമ്മൾ പാസ്സായി, ഹാപ്പിയായി, നമുക്കൊരു ജോലി കിട്ടി, ഹാപ്പിയായി. ജോലി കിട്ടിയ പിന്നെ വർക്ക് പ്രഷറായി, അയ്യോ എനിക്കിത് എന്തൊരു കഷ്ടപ്പാ, ഞാൻ എന്തൊരു വർക്കാണ് ചെയ്യുന്നത്, സാലറി ഇത്രയൊന്നും അല്ലല്ലോ, ഈ സാലറിക്കൊന്നും അല്ല, ഞാൻ അതിനേക്കാളും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെയായി. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുമ്പോൾ ഒന്ന് വരും, പിന്നെ നമ്മൾക്ക് പിന്നെയും ആവശ്യങ്ങളാണ്. നമ്മൾ ജനിച്ചു തൊട്ടിട്ട് മരിക്കുന്ന വരെ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരിക്കലും ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടാവുന്നു ഞാൻ ഫീൽ ചെയ്യുന്നില്ല. നമ്മൾക്ക് ആർക്കും ഉണ്ടാവില്ല. നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും ചിന്തിച്ചു നോക്കുക, നമ്മൾക്ക് ഒന്ന് കിട്ടി കഴിഞ്ഞ സമയത്ത് അത് ഓക്കെ എന്ന്, പിന്നെ നമ്മൾക്ക് അതിൻ്റെ മുകളിലോട്ടേക്ക് എന്താ ഇല്ലാത്ത, മറ്റേതെന്താ ഇല്ലാത്ത, കുഞ്ഞു കുട്ടികളുടെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻസിലും. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ അടുത്തത് എന്ന് ചിന്തിച്ച് മുന്നോട്ട് വൃത്തി ബോധേഡായി വറിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ മരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവില്ലേ, അവിടെ എത്തുമ്പോൾ നമ്മൾക്ക് എന്താ ഹാപ്പിനെസ് ഉണ്ടായിരുന്നുള്ളത്. നമ്മളിപ്പോൾ ഓരോന്ന് വേണം, അത് വേണം, ഇത് വേണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് ടെൻഷനായി സ്ട്രെസ് എടുത്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ട് നമ്മൾക്ക് എന്താ തയ്ക്കാൻ പോണത് എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫിൽ പലപ്പോഴും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞു കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ ഒരുപാട് ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ വരുമ്പോൾ അതിനെ ഓർത്ത് ബോധഡായി ഭയങ്കരമായിട്ട് പറയാവാതെ, കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടാവും, മനുഷ്യനാണ്, നമ്മുടെ ഹോർമോണിൻ്റെതായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും, അല്ലാതെ അതിനെ ഒരുപാട് അങ്ങനെ മനസ്സിലേക്ക് എടുക്കാതെ കുഞ്ഞു കാര്യങ്ങളിലൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്താൻ, കുഞ്ഞുമക്കൾ കളിക്കുന്നത് കാണുമ്പോൾ, അതുപോലെ മുറ്റത്ത് ഇറങ്ങി നടക്കുമ്പോൾ പ്രകൃതിയുടേതായിട്ടുള്ള ഭംഗികൾ കാണാനും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് കണ്ണാടി നോക്കി നമ്മളുടെ ബ്യൂട്ടി ഒന്ന് ആസ്വദിക്കാനും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുഞ്ഞു സന്തോഷങ്ങൾ സ്വയം മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് എനിക്ക് നിങ്ങളോട് പറയണം തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇന്നൊന്ന് കിട്ടിയാൽ നമുക്കത് ഓക്കെ, നമുക്കിത് കിട്ടിയില്ലെങ്കിൽ അയ്യോ ഇല്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് 2 ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും. ഇതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ കുഞ്ഞു കാര്യങ്ങളിലൊക്കെ അയ്യോ ഒരു വലിയ കാര്യത്തെ ആലോചിച്ച് വെറുതെ ആവാതെ കുഞ്ഞു കാര്യങ്ങൾ കിട്ടുമ്പോഴൊക്കെ അതിൽ സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതാണ് നമ്മൾ ലൈഫിൽ എടുക്കേണ്ട ഒരു കുഞ്ഞ് ടെക്നിക്ക് അല്ലെങ്കിൽ കുഞ്ഞു പോളിസി എന്ന് പറയുന്നത്.